മാരുതി മിംടെക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സെന്റർ 2025 വർഷത്തെ പ്രവേശനോത്സവം വിപുലമായി നടത്തി. മൻസൂർ ഹോസ്പിറ്റൽ MD ഷംസുദ്ദീൻ പാലക്കി ഉദ്ഘാടനം ചെയ്തു. മാരുതി മിംടെക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സെന്റർ 2025 വർഷത്തെ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെയാണ് നടന്നത്. മൻസൂർ ഹോസ്പിറ്റൽ MD ഷംസുദ്ദീൻ പാലക്കി ഉദ്ഘാടനം ചെയ്തു. നഴ്സ് എന്നത് ജോലിക്കുപരി ഒരു മഹത്തായ സേവനമായി കരുതണമെന്നും പരിചരണത്തിന്റെ മൂല്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നോർത്ത് കേരളയിൽ എന്നല്ല കേരളം ഒട്ടുക്ക് തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി വളർന്നിരിക്കുകയാണ് നമ്മുടെ കാഞ്ഞങ്ങാടുള്ള ഷാജിയുടെ മാരുതി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെ പഠിച്ചു വരുന്ന കുട്ടികളെ ഷാജി ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളുടെ അച്ചടക്കവും അവർക്ക് ഇവിടുന്ന് കിട്ടുന്ന ട്രെയിനിങ് പഠനവും കൊണ്ടുണ്ടാവുന്ന ആ ഉത്സാഹത്തോടു കൂടിയുള്ള പ്രവർത്തനം, ഇതൊക്കെ നമ്മളെപ്പോഴും ഹോസ്പിറ്റലുകളിൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷണം കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കാറുണ്ട്. ഞങ്ങളതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇപ്പം ഷാജി പറഞ്ഞ് നോർത്ത് കേരളയുടെ എല്ലാ ഭാഗത്തുള്ള കുട്ടികളും ഇവിടെ ഉണ്ടെന്ന്. മലപ്പുറം, കോഴിക്കോട് പോലുള്ള ഭാഗത്തുനിന്ന് നിങ്ങൾ ഇവിടെ പഠിക്കാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗുണം മനസ്സിലാക്കിയിട്ടായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അച്ചടക്കത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ മറ്റ് ജോലികൾ പോലെയല്ല നഴ്സിംഗ് ഫീൽഡ്. നമ്മൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത് മനുഷ്യജീവനുകളെയാണ്. വിലമതിക്കാനാകാത്ത മനുഷ്യജീവനുകളെ രക്ഷിക്കാനും സംരക്ഷിക്കാനും ഒരു ഡോക്ടർ എന്നതിലുപരി, ഡോക്ടർമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവരെ കുറച്ച് കണ്ടുകൊണ്ട് പറയുന്നതല്ല, അവർക്ക് ഒരു രോഗിയുടെ അടുത്ത് കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ സമയമാണ്. ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയാൽ ഡോക്ടർ റൗണ്ട്സിന്റെ സമയത്ത് OPയുടെ ടൈമിൽ അല്ലെങ്കിൽ എമർജൻസി ടൈമിൽ ഡോക്ടറെ വിളിച്ചാൽ ഡോക്ടർ എത്തിച്ചേരും പേഷ്യൻസിനെ കാണും. യോഗത്തിൽ മിംടെക് MD SP ഷാജി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർമാരായ ശശിധര റാവു, അബ്ദുൾ ഖാദർ, എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ, PS ശശിധരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബാലചന്ദ്രൻ കൊട്ടോളി മോട്ടിവേഷൻ ക്ലാസ് നടത്തി. രാജി കൊളവയൽ സ്വാഗതവും ശരണ്യ ചെറുവത്തൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.